അമ്മച്ചേ അമ്മച്ചേ ആരാടാ? മോനച്ചനാ. സത്യം പറഞ്ഞ നീ മോനാന്നോ അച്ഛനാന്നോ? ഓ തോട്ട് വരുമ്പോ മോനച്ചനാന്ന്. എന്തുവാടാ? ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ അമ്മച്ചയെ കണ്ടില്ലായിരുന്നല്ലോ. എന്തായിരുന്നു? തെങ്ങ് കയറാൻ വന്ന അമ്മച്ചയെ കാണാത്തോണ്ട് ഞാൻ തിരിച്ചങ്ങ് പോയി. തെങ്ങ് കയറാൻ വന്നവന് തെങ്ങും തേങ്ങയൊക്കെ കണ്ടാ പോരാ, എന്നെ കാണുന്നത് ഇത്ര നിർബന്ധം? അതല്ലെന്ന് വീട്ടിലല്ലാതെ കയറാൻ പറ്റും. എവിടെ പോയായിരുന്നു? ഞാനല്ലേ ശോശാമ്മയുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എല്ലായിരുന്നു ഇറക്കാൻ, ഞാൻ അങ്ങോട്ടൊന്ന് പോയതായിരുന്നു. ഇന്നലെ ആയിരുന്നു പ്രാർത്ഥന ഇല്ലയോ? ആണോ? എന്തുവായിരുന്നു അവിടെ കഴിക്കാനെ കൊണ്ട്? ഒന്നും പറയണ്ടടാ, നല്ല ഒന്നാം തരം കള്ളപ്പവും ഇറച്ചി ഒലത്തിയതും. ആണോ? പ്രാർത്ഥന ഇന്നലെ തകർത്ത് കാണും. ആര്? ആ ഇറച്ചി ഒലത്തിയത് കണ്ടപ്പോ പ്രാർത്ഥന ഞാൻ അങ്ങ് ഉഴപ്പി. ശരിയായിട്ട് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന അമ്മച്ചി പറഞ്ഞേ. അയ്യോ പിന്നെ വരത്തില്ലയോ? അവിടെ എന്തുവാടാ? നൂലപ്പം ഗ്രീൻ പീസ് കറിയും. തന്നെത്താനങ്ങ് പ്രാർത്ഥിച്ചോണ്ടാ മതി. എന്താ ശ്രീയാ നിങ്ങള്? ഓയ് ഈ ഇരിക്കുന്ന എന്തുവാന്ന് കണ്ടോ? ഈ ഇരിക്കുന്ന എന്തുവാന്ന് കണ്ടോ? TV പെട്ടി. സത്യം പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സാധനം. കാരണം നിങ്ങൾ പണക്കാരൻ. അപ്പച്ചൻ പോയി കഴിഞ്ഞ അമ്മച്ചി വീട്ടിൽ ഒറ്റക്കല്ലേ ഉള്ളൂ, വീട്ടിൽ ആളും അനക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാക്കോച്ച, എൻ്റെ മൂത്ത ചെറുക്കൻ പേർഷ്യന്ന് 350 രൂപയ്ക്ക് തിട്ടം കൊടുത്ത് വിട്ടതായി TV പെട്ടി. സത്യം പറയാമല്ലോ, ഇപ്പൊ ആള് കൂടിയിട്ട് എനിക്കൊന്ന് അനങ്ങാൻ പറ്റത്തില്ല. എല്ലാ എണ്ണവും ഈ വീട്ടിൽ വരും. ഞാൻ പിന്നെ വല്ലപ്പോഴും ഒക്കെ വെച്ച് കൊടുക്കും. എന്നാലും എന്തുവാന്നേ ഇച്ചിരിയുള്ള മനുഷ്യർ വന്ന് ഇതിനകത്ത് കാണിക്കുന്നേക്കെ ഒന്ന് കാണണം. ഇച്ചിരിയുള്ള ആന, ഇച്ചിരിയുള്ള കുതിര, ഭയങ്കര യുദ്ധവും കാര്യങ്ങളും ഒക്കെയാ. 1980 കാലത്ത് ഇങ്ങനെ. അപ്പൊ ഈ 90, 2000 കാലത്തൊക്കെ എന്തുവായിരിക്കുവേ? അന്നേരമൊക്കെ ഞാൻ ഉണ്ടാവുമോ? കർത്താവിന്റെ തിരുസന്നിധി ചെന്ന് ഈ സ്വഭാവത്തിന് ഞാൻ അങ്ങ് സീറ്റ് പിടിക്കും. ഞാൻ അതിനപ്പുറം ഇതേലത്തെ സാധനന്മാരൊക്കെ കൊണ്ടുവന്ന് അവിടെ വെക്കും ആ കാലത്ത്. തിന്നട്ടെ, ആക്രാന്തം കൊണ്ടല്ല. ഇന്ന് ഞായറാഴ്ച കുറെ വധൂരി പെണ്ണുങ്ങളുണ്ട്. എൻ്റെ നശിപ്പിനായിട്ട് നേരം വെളുത്ത അങ്ങ് കണ്ടറം പറക്കാൻ അങ്ങ് പറഞ്ഞങ്ങ് വിടും ഓരോന്ന് എത്തിക്കള. പറയാതിരിക്കുന്നത് എങ്ങനെ? കഴിക്കാൻ പറ്റത്തില്ല. എന്തോ പറയുന്ന കോട്ടോ പോലും വിടാൻ പറ്റത്തില്ല. ഇത് നിങ്ങള് ഈ TV കാണാനല്ല വരുന്നത്. എൻ്റെ വായിക്കാത്ത എന്തുവാ ചവയ്ക്കുന്നതെന്ന് അറിയാം. ഞാൻ വണ്ടി എടുത്തോണ്ട് വരുവാടാ. ഇപ്പൊ വരുവാടാ. ഈയോ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ വരും. തിന്നാൻ പറ്റത്തില്ല, തിന്നാൻ പറ്റത്തില്ല. അയ്യോ അമ്മച്ചി ഇവിടെ ഇല്ല. അമ്മച്ചി എവിടെ പോയി? അമ്മച്ചി പള്ളി പോയാ? അയ്യോ അമ്മച്ചിയെ പള്ളിയിൽ അച്ഛൻ കേട്ടിട്ടില്ലെന്ന്. കുർബാനയ്ക്കിടെ കുഞ്ഞായ്മ പറഞ്ഞു പറഞ്ഞു നാളെ ഇറക്കി കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു വീട് തുറന്നിട്ടിട്ട് അമ്മച്ചി പുറവശത്ത് ആട്ടും കൂടുണ്ട്, അതിനകത്ത് കാണും. ആട്ടുകൂട്ടി കാണാൻ അമ്മച്ചി എന്തോ ആട്ടുകാട്ടമോ? അയ്യേ ആട്ടും കാട്ടത്തേക്കാ വൃത്തികെട്ട പല്ല്. ആര് പറഞ്ഞു? അച്ഛമ്മ പറഞ്ഞ ബാബാച്ചനെ ഈ പല്ല. ഇങ്ങനെ ഭംഗി എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ള പല്ലൂടെ ഭംഗം വന്ന് പോകും. അമ്മച്ചി വന്നായിരുന്നു നമുക്ക് ഇത് കാണാറുണ്ട്. ഇതാ TV പെട്ടില്ലേ? ഇതിനകത്തിലുണ്ട് ആള്. ആളുണ്ടല്ലയോ? ഇതിനകത്തിലുണ്ട്. കാണുന്നത് ഇത് ആൾക്കാർ വരുന്നത് എങ്ങനെ? ആൾക്കാർ ഈ ഇരിക്കുന്ന ആന്റണി ഇല്ലേ? ആന്റണിയോ? ഈ ആന്റണിക്കകത്ത് ഇവിടെ വരും. ഇവിടെ ഈ ആൾക്കാർ പറന്ന് വന്ന് കയറിയിട്ട് ഈ പൈപ്പിനകത്തൂടെ അമ്മച്ചിയുടെ ഇങ്ങനെ ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ മഹാഭാരതമൊക്കെ കാണുന്നത്. മഹാഭാരതം കാണുന്നത്. ഭയങ്കരല്ലേ? അമ്മച്ചി വിളിക്കട്ടെ. അമ്മച്ചി. അയ്യോ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് പോയതേ ഉള്ളു. വന്നങ്ങ് കയറി. എന്റെ ശ്രദ്ധക്കുറവ്. കഥ അങ്ങ് അടച്ചിട്ടാ മതിയായിരുന്നു. ആരോട് ചോദിച്ചിട്ടാണ് ഈ കുന്തവും കുറച്ചക്കറൊക്കെ ആയിട്ട് എന്റെ പരിക്കത്തോട്ട് വന്ന് കയറിയത്? ഇനി അഴിച്ചങ്ങ് വിട്ടേക്കോല്ലേ? നേരെ വെളുക്കുമ്പോൾ കുറെ തള്ളമാർ അങ്ങ് അഴിച്ചങ്ങ് വിടും. ബാക്കിയുള്ളവന്റെ അയലോത്തക്കാരന്റെ ഒക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇറക്കി അങ്ങ് വിടും. അങ്ങോട്ടോ കയറിയതാണ്. എന്താണ് കയറിയതാന്ന്? കുരുക്ഷേത്രത്തിൽ എന്റെ പരിക്കത്താണോ നടക്കുന്നത്? കാപ്രൂണ് വെച്ച് കാണിക്കോ? ഞാനിവിടെ കാപ്പി ഊണ് നടത്തുവാന്നോ ഹോട്ടല്? കാപ്പി ഊണുമല്ല, കുരങ്ങനും ആനയും കടുവയൊക്കെ ചാടുന്ന കാപ്രൂണ്. കാപ്രൂണോ? നീയൊക്കെ എത്രയിലാടാ പഠിക്കുന്നത്? നീ എത്രയിലാടാ പഠിക്കുന്നത്? 4. എത്ര കൊല്ലമായിട്ട്? 4 വർഷമായിട്ട്. നാണമില്ലയോടാ? നാണമില്ലയോ? ഇങ്ങനെ വർഷം ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കാൻ നിനക്ക് നാണമില്ലയോ? ടീച്ചർ പറഞ്ഞ പിള്ളേർ കുറവ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചർ പറഞ്ഞാൽ 10 കൊല്ലം കഴിയുമ്പോൾ നിനക്കുണ്ടാവുന്ന പിള്ളേരെ ടീച്ചർ നോക്കിക്കോളുമായിരിക്കും അല്ലേ? നീ എവിടെയാ? നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇവിടെ. ഞാൻ എന്നും ഇവിടെ വരുന്ന ഞാൻ ചാമ്പയ്ക്കാ പറഞ്ഞ അമ്മച്ചി തൊണ്ടടുത്ത് തന്നെ എറിഞ്ഞില്ലേ? നീ ചാമ്പയ്ക്ക വെച്ചത് ഞാൻ നോക്കുമായിരുന്നു. ഞാൻ എന്റെ കൊച്ചുമണക്കൊക്കെ
പിടിക്കാൻ വെച്ചിരുന്ന സാധനം നീയാണോ വന്ന് പിടിച്ചത്? ആരോട് വെച്ചിട്ടാണ് വന്ന് എന്റെ ചാമയില് വന്ന് കൈ വിട്ടത്? നിന്റെ കൈ ഞാൻ വെട്ടും. നിന്റെ അച്ഛനെ വരുന്നോടാ? രാഘവന്റെ മോനെ മധുവാന്നോ നീ? എന്താ നിനക്കൊരു മാറ്റം എന്തുവാ? ഞാൻ ഇന്ന് കുളിച്ചു. ഇവൻ കുളിച്ചാനാ നീ എന്തിനാ ഇളിക്കുന്നത്? നീ കുളിച്ചോ ഇന്ന്? കുളിച്ചാടാ ഇന്ന്? അപ്പച്ചൻ വെള്ളം ചൂടാക്കുന്നുണ്ട്. നിന്നെ ഇട്ട് പുഴുങ്ങാനോ? അല്ല, ഞാനും വലിയപ്പച്ചനും കൂടെ കുളിക്കുന്നത്. എടാ ഇത്രയും പ്രായമായില്ലേ, നിനക്ക് ഒറ്റയ്ക്ക് കുളിക്കാൻ അറിയത്തില്ലേ നിനക്ക്? ഇല്ല, അവിടെ അപ്പം കുളിക്കുമ്പോ അപ്പന്റെ കീഴിൽ ഞാൻ നിൽക്കും. അമ്മച്ചി കേട്ടില്ലേ, വാഴ തന്നെ ചീര തന്നെ വന്ന് അങ്ങനെ ഞാൻ കുളിക്കുന്നത്. ഇന്നിവിടെ ടി വി ഒന്നും വെക്കുന്നില്ല. പോ. ഇല്ല ഇല്ല പോ പോ പോ. ഇല്ല, ഇന്ന് പ്രത്യേകിച്ചിട്ട് ഇവിടെ ടി വി വെക്കത്തില്ല. എനിക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ട്, അവരെ സൽക്കരിക്കണം. ഇവിടെ ടി വി വെക്കത്തില്ല. പോ പോ പോ. അമ്മച്ചി വിരുന്നുകാർ വരുന്നുണ്ടോ? ആ വിരുന്നുകാർ വരുന്നുണ്ട്. അവർക്കൊക്കെ ഇറച്ചിയുണ്ടോ? ഇല്ല, അവർ അസ്ഥിയായിട്ടാ വരുന്നത്. അല്ലെന്ന്, അവർക്കൊക്കെ ഇറച്ചിക്കറി വെക്കുന്നുണ്ടോ അമ്മച്ചി? വെക്കുന്നുണ്ടെങ്കില് ഞാൻ കൂടെ തരൂ. തരാം വേവട്ടെ. അതിന്റെ മണം വരുമല്ലോ, അതെടുത്തു. അമ്മച്ചി വെക്കത്തില്ലെന്ന് പറഞ്ഞാ വെക്കത്തില്ല. നീയൊക്കെ നിന്റെ വീട്ടിൽ പോ. എന്തൊരു ജോലി ചെയ്ത് തരാം അമ്മച്ചി കാണിക്കാം. എടാ നിനക്കൊക്കെ ടി വി കാണണമെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ തന്തമാരോട് പറയണം വീട്ടിൽ അതേലും ഒരു സാധനം മേടിക്കാം. വേണ്ട, ഇവന്റെ അച്ഛനുണ്ടല്ലോ, ഇവന്റെ അച്ഛൻ എന്റെ മോൻ ചാക്കോച്ചന്റെ കൂടെ പഠിച്ചതാ. അവൻ ഇപ്പൊ എവിടെ എത്തി? അങ്ങ് പേർഷ്യ വലിയ ഉദ്യോഗം. ഇവന്റെ അച്ഛനോ അന്ന് ആ കാലത്ത് ഓരോ മാവെ കയറി നടക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ടി വി മേടിച്ച് വീട്ടിൽ ഇരുന്ന് സൗകര്യം പോലെ കാണാമായിരുന്നു കേട്ടോ. അച്ഛൻ പറഞ്ഞു നാളെ ടി വി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. നിന്റെ വീട്ടിൽ നിന്ന് അരി വെച്ചോടാ? ചോറ് വെച്ചോ? അത് ഞാൻ രാവിലെ കൊടുത്തു വിട്ടായിരിക്കാം നിന്റെ അമ്മ നിനക്ക് ചോറ് വെച്ച് തന്നത്. അയ്യേ, നാളെ വലിയോടാ ഇവിടുത്തെ കടം വാങ്ങിച്ചോണ്ട് പോയി അരി വെക്കാരൻ. നിങ്ങൾ കടം വാങ്ങിക്കത്തില്ലേ? ഞങ്ങളുടെ അച്ഛൻ അഭിമാനിയാ, കടം വാങ്ങിക്കത്തില്ല. പിന്നെ ഞങ്ങൾ പട്ടിണി കിടക്കും. വലിയ അഭിമാനിയാന്ന് ഇവിടെ അച്ഛൻ. നിന്റെ അച്ഛൻ ഇപ്പോഴും കള്ളു കുടിച്ചിട്ട് വരുവാടാ? എല്ലാം കള്ളു കുടിച്ചിട്ട് വരത്തില്ല. കള്ളം പറയാൻ നിന്റെ അച്ഛൻ ഇപ്പോഴും കള്ളു കുടിച്ചിട്ട് വരും. അച്ഛൻ കള്ളു കുടിച്ചിട്ട് വരത്തില്ല. അച്ഛൻ കള്ളു കുടിച്ചിട്ട് അവിടെ തന്നെ കിടക്കും, വല്ല റോഡേ കിടക്കും. ഞങ്ങൾ ആ വീട്ടിലെടുത്തോണ്ട് വരും. എടാ ഇനി അച്ഛൻ കള്ളു കുടിച്ചിട്ട് വരുമ്പോ നീ കീഴ്ത്താടിക്ക് ഒരു കുത്തു വെച്ചു കൊടുക്കും. അയ്യോ, പിന്നെ അച്ഛൻ കുടിക്കുമ്പോ ചോരത്തില്ലേ കള്ളു തുഴി? എടാ നീ പറയണമെന്ന് കള്ളു കുടിക്കരുതെന്ന്. ആ, അമ്മ പറഞ്ഞു അച്ഛനോട് കള്ളുകൂടിയൊക്കെ നിർത്തിയിട്ട് പ്രേക്ഷിപ്പാൻ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷിപ്പ് പോകുന്നു വെച്ചു. എടാ നിനക്കൊക്കെ അറിയാവോ ഈ പേർഷ്യ എവിടാ? പേർഷ്യ എങ്ങനായിരിക്കുന്നത് നിനക്കൊക്കെ അറിയാവോ? ഇല്ല. ആ, അതൊരു സ്വർഗവാടാണ്. കാടും കടന്ന് മേടും കടന്ന് പുഴയും കടന്ന് മലയും കടന്ന് 7 കടലും കടന്ന് ചെല്ലുന്നതാണ് പേർഷ്യ. അമ്മച്ചിയുടെ തിരുമുറ്റത്താണോ പേർഷ്യ? അതല്ലെന്ന്, അതൊരു സ്വർഗവാ. അവിടെ സ്വർണ്ണ ഖനിയുണ്ട്, ഈന്തപ്പഴമുണ്ട്. ഇവിടെ എന്തോ പഴമുണ്ട്. ആ, നീ കുരിഞ്ഞൊട്ടിട്ട് പോയിട്ട് തിന്ന. മര്യാദ ഇറങ്ങി പോകണം. ടി വി വെക്കത്തില്ലെന്ന് പറഞ്ഞാൽ ടി വി വെക്കത്തില്ല. പോയെ. ഞങ്ങൾ എന്താ വെള്ളം ചെയ്ത് തരാം അമ്മച്ചി? എടാ ഇങ്ങനെ പറഞ്ഞു വിട്ടാലും പോവാത്ത 2 എണ്ണം. ഒരു കാര്യം ചെയ്, അതുകൊണ്ട് ആ വെട്ടിനും എടുത്ത് നീ കുറെ വിറക് അവിടെ കിടക്കുന്നു, അത് വെട്ടിക്കേറിയിട്. ഞാൻ എന്താ ചെയ്യണം? നീ അടങ്ങി നിന്നിട്ട് ഇവിടെ എങ്ങാണ്ട് ചൂല് കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം വൃത്തിയാക്കാം. ഇത് തുണി എടുത്ത് തൂത്ത് വൃത്തിയാക്കാം. അതൊന്നും എടുക്കണ്ട, അല്ലാതെ അങ്ങ് തൂത്ത് വൃത്തിയാക്കിയാൽ മതി. അല്ലാതോ? സമയം പോകുന്നത് പെട്ടെന്ന് ഓരോ പണി ചെയ്താ പെട്ടെന്ന് ടി വി വെച്ച് തരാം. പാവം പിള്ളേരല്ലേ, ഒന്നും ചെയ്യിക്കരുത്. അനങ്ങി വാടാ, ഒന്ന് അനങ്ങി വാ. എന്റെ ഉച്ച കൊണ്ടുവെക്ക, എന്റെ ഉച്ചയില് ഇനി ആ സ്വിച്ച് അങ്ങോട്ടിട്. അമ്മച്ചിയുടെ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ സംഭവം. കൈയൊന്നും ആ തറയത്തോട്ട് അഴുക്കാക്കരുത്. കൈ കെട്ടിരുന്നേ. ഭിത്തി ചാരി ഇരിക്കരുത്, ഇവിടെ അങ്ങ് നിരക്കരുത്, ഒരു സാധനത്തിൽ കൈ തൊടരുത് കേട്ടല്ലോ. ഞാൻ നിർത്തുമ്പോ അന്നേരം ഇറങ്ങിപ്പോക്കോണം. ഈ അസുരനാണോ ഇവർ 3 പേരെയും പരാജയപ്പെടുത്തിയ അസുരൻ? അതെ ഗണേശ. അടുത്ത പ്രഹരം കൊണ്ടവന്റെ അന്ത്യം കുറിച്ചേക്ക്. ധൂമ്രലോചനൻ അയാളെ വധിക്കുമോ ജ്യേഷ്ഠ? ഇവിടെ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. നമ്മുടെ പേരാണ് രക്തബീജൻ. ഇവന്റെ രക്തത്തുള്ളിയിൽ നിന്നും ഇവന്റെ പ്രതിരൂപം സൃഷ്ടിക്കപ്പെടുന്നു. ഇവന്റെ ശക്തി അത്ഭുതം തന്നെ. ഒരു അസുരൻ ത്രികൂർ. ബ്രഹ്മദേവായ നമഃ. പ്രപഞ്ചത്തിൽ അവതരിച്ചതിന് പിന്നിൽ ഒരു വളരെ വലിയ കാരണമുണ്ട്. അതെ, എന്താണ് ആ കാരണം? എനിക്ക് അങ്ങോട്ട് പോണം. ഇത്രയും വർഷത്തെ ഘോരമായ തപസ്സിന് ഉചിതമായ ഫലം നമുക്ക് വേണം. മൃത്യുവിൽ നിന്നും മുക്തി ലഭിക്കും. നമുക്ക് അമരത്വം വരദാനമായി ലഭിക്കും. ഇപ്പോൾ അങ്ങും പിന്നെ ഈ നിസ്സാരന്മാരായ ദേവന്മാരും ചേർന്ന നമുക്ക് എന്താപത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ത്രികൂറിന്റെ നാശം ഉറപ്പായും ചെയ്യാനാന്ന് പറയണ ഇതൊക്കെ. അങ്ങനെ എന്ത് വിദ്യയാണ് അവിടുന്ന് സൃഷ്ടിച്ചത് മാതേ? നീ സ്വന്തം സുരക്ഷയ്ക്കായി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നിന്റെ അന്ത്യം അടുത്തിരിക്കുകയാണ് ത്രികൂർ. ഇവളെ നാം നമ്മുടെ കൈകൊണ്ട് ഞെരിച്ച് ഭക്ഷണമാക്കും.
ഈ അസുരനാണോ ഇവർ 3 പേരെയും പരാജയപ്പെടുത്തിയ അസുരൻ? അതെ ഗണേശ. ധൂമ്രമോചനൻ അയാളെ വധിക്കുമോ ജ്യേഷ്ഠ? ഇവിടെ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. നമ്മുടെ പേരാണ് രക്തബീജൻ. ഇവന്റെ രക്തത്തുള്ളിൽ നിന്നും ഇവന്റെ പ്രതിരൂപം സൃഷ്ടിക്കപ്പെടുന്നു. ഇവന്റെ ശക്തി അത്ഭുതം തന്നെ. ഒരു അസുരൻ ത്രികൂർ. ബ്രഹ്മദേവായ നമഃ. പ്രപഞ്ചത്തിൽ അവതരിച്ചതിന് പിന്നിൽ ഒരു വളരെ വലിയ കാരണമുണ്ട്. മാതാവേ, എന്താണ് ആ കാരണം? ഇത്രയും വർഷത്തെ ഘോരമായ തപസ്സിന് ഉചിതമായ ഫലം നമുക്ക് വേണം. മൃത്യുവിൽ നിന്നും മുക്തി ലഭിക്കും. നമുക്ക് അമരത്വം വരദാനമായി ലഭിക്കും. ഇപ്പോൾ അങ്ങും പിന്നെ ഈ നിസ്സാരന്മാരായ ദേവന്മാരും ചേർന്ന നമുക്ക് എന്ത് ആപത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ത്രികൂറിന്റെ നാശം ഉറപ്പായും സംഭവിക്കും. അങ്ങനെ എന്ത് വിദ്യയാണ് അവിടുന്ന് സൃഷ്ടിച്ചത് മാതേ? ഞാൻ അമ്പോട്ടിയുടെ സെറ്റാണ്. നീ സ്വന്തം സുരക്ഷയ്ക്കായി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നിന്റെ ആദ്യം അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ധൂമ്രമോചനൻ ചോദിക്കാൻ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ കുറെ യുദ്ധം ചെയ്തോണ്ട് ഇങ്ങനെ മരിച്ചാലും എന്താണ് കാണിക്കുന്നത്? നിന്നോടൊക്കെ ഞാൻ എവിടെ ഇട്ടിട്ടാ പോയത്? ഇവിടെ ഇരിക്കുന്ന തിരുന്നോണെന്നല്ലേ പറഞ്ഞത്? ഇതുകൊണ്ട് ഈ നശിപ്പിനെ ഒന്നും വീട്ടിൽ കയറ്റാത്തത്. എടാ നിനക്കൊക്കെ പ്രയോജനം ഇല്ലാതെ വല്ലപ്പോഴും വന്ന് ഈ ടി വി കാണുന്നത്. എന്താണ് ഇത്? യുദ്ധം യുദ്ധം പിടിച്ചതല്ല ഒന്നത് കാണിക്കാവോ? അവര് വിശ്രമിക്കുക. നിന്റെയൊക്കെ ചാട്ടം കണ്ടിട്ടെ അവര് വിശ്രമിക്കുക. ഇച്ചിരിയുള്ള പെട്ടി എത്ര നേരമായിട്ട് അവർ അഭിനയിക്കുക. ആ നീളമുള്ള സ്ഥലത്ത് അവരുടെ വിശ്രമ മുറി. അവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ. പറഞ്ഞാണ്ട് കൊണ്ട് തരത്തില്ലല്ലോ. ഓ പിന്നെ ഇന്നലെ ഇയാൾ കൊണ്ട് തന്നായിരുന്നു. നശിപ്പിനെയൊക്കെ പിള്ളേരായാലും നമുക്ക് പറയാൻ പറഞ്ഞില്ലല്ലോ. കുളത്തിൽ പോയി ആമ്പൽ പറിക്കാൻ പോന്ന് ഇവിടെ വരണ്ടായിരുന്നു. പന്നത്തള്ള ഒരു വെക്കത്തില്ലടാ. ഇനി വെക്കത്തില്ല. പോകണ്ട. ഒരു വെക്കത്തില്ല. അമ്മച്ചി പറഞ്ഞില്ലയോ ഇതിനകത്ത് അവരൊട്ടൊന്ന് പറഞ്ഞില്ലേ? നമുക്ക് ഇവരെല്ലാം എടുത്തോണ്ട് വീട്ടിൽ പോയാലോ? എനിക്കൊരു 4 പേരെ തരണം. എനിക്കൊരു കുതിര 2 രഥം ആണോ? അങ്ങനെ ഉണ്ട്. തേര് ഞാൻ എടുക്കും. എടുത്തോ, നീ എടുത്തോ. ഇവരെങ്ങനെ എടുക്കൂടാ? ഇവരെ എങ്ങനെ എടുക്കും ഇവരെ? ആ കൊള്ളാം. എടുത്തോ 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 ഇവിടെ എടുത്തോ. ഈശ്വര ഇതിന് അതിന് പോലെ ഇല്ല ഇല്ല. അയ്യോടാ അമ്മച്ചി പറ്റിച്ചു. ഇതിനകത്ത് 2 പല്ലി മാത്രമേ ഉള്ളടാ. ഇവര് നമ്മൾ പൊളിച്ചപ്പോ പോയതാ. ഈ ആന്റിനി കത്തോടെ കയറി പാട്ടിട്ട് പിടിക്കണോ? എന്താ പൊട്ടി എന്റെ സൗണ്ടാണ് അത്? നശിപ്പിച്ചോടാ എല്ലാം. ഇവിടെ വാടാ, ഇവിടെ വാടാ. നിന്നെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടാന്നോ? അമ്മച്ചേച്ചി പറഞ്ഞ അവരുണ്ടെന്ന് അവരെ നോക്കാൻ വേണ്ടി. എന്റെ കർത്താവേ, എന്റെ മനസ്സിൽ എന്തോ ഞാൻ കള്ളം തോന്നിച്ചത്. ഇവന്മാര് വെളിവില്ലാത്തവന്മാരെന്ന് എന്റെ മനസ്സിൽ അങ്ങ് തോന്നിപ്പിച്ചാ പോരായിരുന്നു. ഏടാ ഈ ഞങ്ങളിങ്ങനെ ഈ പണക്കാരായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് നിന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു വിട്ടല്ലേ? രാഘവനെ ഞാൻ ഒന്ന് കാണുന്നുണ്ട്. രാഘവനെ ഞാൻ കാണുന്നുണ്ട്. അച്ചാച്ചനോട് പറയരുതോ? അച്ചാച്ചനോട് പറയരുതോ? അയ്യോ 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 അയ്യോ. പിള്ളേരില്ലെന്ന് പറയുമ്പോ എന്താണ് കാണിക്കുന്നത്? എന്താണ് കേട്ടോ? എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? അമ്മച്ചി ഓർത്തോ, ഒരു കാലത്ത് ഞങ്ങളും വളരും. അതിന് ഞങ്ങൾ ഇതുകൊണ്ടൊരു TV വാങ്ങിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും. TV മേടിക്കാനോ? അല്ല, ഞങ്ങൾ ആ കാലം എത്തുന്ന കാലം വരെ അമ്മച്ചിക്ക് ആയുസ് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആ ഒരു ദേഷ്യത്തിൽ നടക്കി അങ്ങ് പറഞ്ഞു പോയതാന്ന്. സത്യം പറഞ്ഞ എന്റെ ചാക്കോച്ചന്റെ ഒരു ദിവസത്തെ ശമ്പളം കൊണ്ട് 2 3 TV മേടിക്കാം. പിള്ളേർക്ക് വിഷമമായി. അമ്മമാരുടെ വണ്ടി ഞാൻ ചവിട്ടി പൊട്ടിച്ചു. പിള്ളേരെ
ഇനി വാ ചാമ്പച്ചോട്ടി ഇനി വാ. കണ്ണിമുളക് കേൾക്കാനല്ലോ. ഓ അല്ലല്ല നീ വാടാ. നീ വാടാ പെട്ടെന്ന് ഓടി വാടാ. അമ്മച്ചി വണ്ടി ഓടിച്ചു കളഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമമായില്ലയോ? വിഷമിക്കണ്ട മക്കള് വിഷമിക്കണ്ട വേണ്ട. ഇത് നിനക്ക്, ഇത് നിനക്ക്. സന്തോഷമായോ? കണ്ടാ എന്റെ ചാക്കോച്ചൻ എന്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാ. അത് ഞാൻ നിങ്ങൾക്ക് തരുവാ. ഞങ്ങൾക്ക് തന്നത് നേരത്തെ എന്തോ മക്കള് പറഞ്ഞത്? അമ്മച്ചിയുടെ ആയുസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ തിരിച്ചും പ്രാർത്ഥിക്കും. എന്തോ അമ്മച്ചി? നിങ്ങൾ വളർന്ന് വലുതായി വലിയ മിടുക്കന്മാരൊക്കെ ആവുമ്പോഴേ ഇതുപോലുള്ള വണ്ടിയും പൈസയും ലോറിയും കാറും ജീപ്പും എല്ലാം മേടിക്കാൻ പറ്റുന്ന വലിയ പണക്കാരന്മാരാകാൻ. പേർഷ്യയിലൊക്കെ പോണം. പേർഷ്യയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ അമ്മച്ചിയെ കാണാൻ വരുമോ? വരൂ. അങ്ങനെ തന്നെ വേണം മക്കള്. അടുത്ത ഞായറാഴ്ച വരുമ്പോ TV കാണിക്കാൻ അമ്മച്ചി. എന്തിനാടാ കുന്തം കാണുന്നത്? നിങ്ങളൊക്കെ വല്ലവന്റെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ കുന്തിളിച്ച് കാണുന്നതേ നല്ല രസമല്ലയോ? ചെന്നാട്ട്